ഹായ് ഫ്രണ്ട്സ്, കുറച്ച് അധികം ദിവസങ്ങളായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്സൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും വല്ലാണ്ട് റീച്ച് ആവാറൊന്നുമില്ല. എന്നാലും അവിടെ എടുക്കട്ടെ എന്ന് കരുതിയിട്ട് അത്യാവശ്യം ഷോർട്സൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ളത്, ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു ജേണി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റത്തെ വരുമാനം അല്ലേ, ആ ഒരു യൂട്യൂബ് റവന്യൂ, അതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും മിക്ക ആളുകളും ഈ ഒരു യൂട്യൂബിൻ്റെ റവന്യൂ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നത് അല്ലേ. കുറേ ആളുകൾ ചിലപ്പോൾ എന്താ പറയുക ഇഷ്ടം കൊണ്ട് വരുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഭാഗം ആളുകളും എന്താ പറയുക നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടണം, എന്നിട്ട് നമ്മളെ ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിൽ വരുന്ന ആളുകളായിരിക്കും കൂടുതൽ. എന്നെ പോലെ ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു രീതിയിൽ വന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് റവന്യൂ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ജേണിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു യൂട്യൂബിൽ നിൽക്കുന്നുണ്ട്. അതിന് എങ്ങനെയാണ് യൂട്യൂബിലേക്ക് എത്തിപ്പെട്ടത്, അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ബോറടിക്കാത്ത രീതിയിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് പറഞ്ഞു ഒതുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങാനുണ്ടായ ഒരു കാരണം, അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ചിലപ്പോൾ എന്താ പറയുക കേൾക്കുന്നവർക്ക് അതൊരു വലിയൊരു എന്താ പറയുക കാരണമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ കൂടി, പക്ഷേ എന്താ പറയുക നമ്മൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് വലുതാണില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളൊക്കെ മറ്റൊരാളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് എത്രയധികം അത് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് നമുക്ക് വലുത് തന്നെയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഓ ഇതൊക്കെ നിൻ്റെ ഒന്നും ഒരു പ്രശ്നമേ അല്ല, നീ മറ്റുള്ള ഒരാളെ എടുത്ത് നോക്കൂ, അവരെന്തൊക്കെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നൊക്കെ പറയാറുണ്ടില്ല ചിലർ. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ. അങ്ങനെ നമ്മുടെ ഒരു പ്രശ്നം കൊണ്ട് യൂട്യൂബ് തുടങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു പ്രശ്നമല്ല, എന്നാലും അത് പ്രശ്നം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടും ആഗ്രഹത്തോടൊക്കെ കൂടിയിട്ട് അതുപോലെ കല്യാണം കഴിക്കല്ലേ. എന്താ പറയുക മിക്ക ആളുകളും നമ്മുടെ എന്താ പറയുക നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു, അല്ലെങ്കിൽ എന്താ പറയുക സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ പാർട്ട്ണറിൻ്റെ അടുത്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നടക്കാതെ പോയ കുറേ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചാൽ ഒരുപാട് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാം, അങ്ങനെ പല ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് പല ആളുകളും കല്യാണം കഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൊക്കെ കൂടി കല്യാണം കഴിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കും. അങ്ങനെ കുറേ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ. ഏതൊരു വ്യക്തിയായാലും പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നത്തോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ച് വന്നു. ആ ഒരു ടൈമിലൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോവുക, കറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാണ്ട് നമ്മളൊരു അത്യാവശ്യം ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ഉള്ളൊരു ഫാമിലിയാണ്, നല്ല സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ്. അപ്പം എൻ്റെ ഇക്കായാലും ഒരു സാധാരണ ഒരു ഡെയിലി ജോലിക്ക് പോയിട്ട് വരുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമുക്കൊരു സ്വന്തമായിട്ട് വീടില്ല, നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ ഒരു പ്രശ്നമായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഒന്ന് നമ്മളെ വിഷമിപ്പിച്ചിരുന്നത്. എന്നാലും കുഴപ്പമില്ല, എന്താ പറയുക നമുക്ക് ജോലിയുണ്ട്, എൻ്റെ ഇക്ക ജോലിക്ക് പോകുന്നുണ്ട്, സ്ഥിരമായിട്ടുള്ള ജോലിയുണ്ട്. ഹയർ നമ്മൾ ആ ഒരു പൈസയായിട്ടൊക്കെ അല്ലെങ്കിലില്ലാതെ എന്താ പറയുക ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിച്ചു പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് പെട്ടെന്ന് ഉമ്മാക്ക് വെയ്യാണ്ടായിട്ട് ആളൊന്ന് വീണു. അപ്പോൾ വീണിട്ട് കാലിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളായി. പിന്നെ ആളിങ്ങനെ നമ്മൾ ഹസ്ബൻഡ് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സങ്കടം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഇക്ക ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു സങ്കടം എല്ലാവരെ പോലെ നമുക്ക് ആ ഒരു സങ്കടമൊക്കെ തോന്നി. പിന്നെ ആ ഒരു ടൈമിൽ എന്താ പറയുക ഉമ്മ വീണ ഒരു ടൈമിലായിരുന്നു എനിക്ക് ചെറിയൊരു മോളുണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ കുഞ്ഞു ചെറുതായിരുന്നു, എൻ്റെ മോള് ചെറിയൊരു എന്താ പറയുക അവൾക്ക് 2 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്. അപ്പോൾ എൻ്റെ ഇക്കാൻ്റെ ഈ ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് ഒരുപാട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഇക്കാനൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കാരണം ആളെല്ലാ ചിലവും ഒറ്റക്കാണ് നോക്കുന്നത്. വാടക ആയാലും വീട്ടിലെ ചിലവ്, വീട്ടിൽ എന്താ പറയുക നമ്മളെല്ലാ ചിലവും, വീട്ടിലെ ഗ്യാസ്, വാടക, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാതും ആളാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ആർക്കായാലും അല്ലേ നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലും, അവിടെയാണ് ഏറ്റവും വലിയൊരു ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ. നമുക്ക് സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്, ചെറിയ മോളാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കുഞ്ഞിനെ എത്രയും ചെറിയൊരു കുഞ്ഞിനായിട്ടൊരു ജോലിക്ക് പോകുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് പോരാണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ ഉമ്മ ഈ വീണിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കാരണം തന്നെ ഉമ്മ ആദ്യ ടൈമിലൊക്കെ വോക്കറൊക്കെ പിടിച്ചിട്ട് നമ്മൾ നടക്കാൻ പറയുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പതിയൊക്കെ ഒന്ന് നടന്നിരുന്നു കേട്ടോ. പിന്നെ അതും ഇല്ലാണ്ടായി. കാരണം ആൾ ഒരു പ്രാവശ്യം വീണ കാരണം ആൾക്ക് പേടിയായി നടക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആൾ വീണ കാരണം ആൾക്ക് പേടി, ഇനി ഞാൻ നടന്നാൽ ഇനിയും വീഴോ എന്നുള്ള ഒരു പേടി ആളുടെ മനസ്സിലുള്ള കാരണം തന്നെ ആൾ പിന്നീട് നടക്കാതായി. അങ്ങനെ ആയിട്ട് പിന്നെ ഫുൾ ടൈം കിടന്ന കിടപ്പിൽ തന്നെ ആയി. പിന്നെ എന്താ പറയുക, നമ്മൾ കിടന്ന കിടപ്പിൽ തന്നെ യൂറിൻ പോവുക, അതുപോലെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കിടന്ന കിടപ്പിലായി. അങ്ങനെ നമ്മൾ കിടന്ന കിടപ്പിൽ കിടന്നിട്ട് വേണം ആളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഉമ്മയെ വിട്ടിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജായി. എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം ചെയ്ത് കൊടുക്കാൻ. ആൾ എന്താ പറയുക, ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. ആൾ ഫുൾ ടൈം കെടുത്തായതുകൊണ്ട് ബെഡിൽ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അവിടെ വെച്ചിട്ട് വേണം ആളെ വൃത്തിയാക്കാൻ. ആളെന്ത് ചെയ്താലും നമ്മൾ അവിടെ നിന്ന് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കാൻ, നമ്മൾ വാരി കൊടുക്കണം. ആൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ വേണം വാരി കൊടുക്കാൻ. കിടന്ന കിടപ്പിലൊക്കെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിരുന്നത്. ഫുഡൊക്കെ നല്ല അരച്ച് മിക്സിയിലൊക്കെ, ചോറാണെങ്കിലും നമ്മൾ മിക്സിയിലൊക്കെ അരച്ചിട്ട് ആ ഒരു സ്റ്റേജിലൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അത്രയും ആൾക്ക് വയ്യാണ്ടായി. പിന്നെ അത്യാവശ്യം പ്രായമുള്ള കാരണം ആ ഒരു സ്റ്റേജിലായിപ്പോയി. അങ്ങനെ കിടന്ന കിടപ്പിലുള്ള രോഗികളെ നോക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ മനസ്സിലാവും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ്. അവരെ നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളെക്കാളും നോക്കുന്നതിൽ കൂടുതൽ ടാസ്ക്കാണ് ആ ഒരു കാര്യം. എന്നുവെച്ചാൽ ഞാൻ പിന്നെ നമുക്കിങ്ങനെ ആരെയും അങ്ങനെ നോക്കിയിട്ടുള്ള പരിചയമില്ല. നമ്മുടെ ഫാമിലിയിലൊന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു സംഭവം അത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ, ഒരു 1 ഇയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ തന്നെ 1 ഇയർ ആവുന്ന ടൈമിൽ തന്നെ എനിക്കൊരു മകളായി. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ ഉമ്മാക്ക് വയ്യാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരു എന്താ പറയുക, ഫാമിലി ഒന്നും കൂടി തകിടം മറിഞ്ഞു തന്നെ പറയാൻ. അപ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു, നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഉമ്മയെ വിട്ടിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് നമുക്ക് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് അല്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം പെട്ടെന്ന് നടന്നെന്നുള്ള ഒരു ഇതായി. അപ്പോൾ നമുക്ക് അധികം പുറത്തൊന്നും പോകാൻ പറ്റില്ല, അറിയില്ല. നമുക്കിങ്ങനെ വയ്യാത്ത ഉമ്മാനിട്ടിട്ട് അധികം ഒന്നും പുറത്ത് പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ പതിയെ എൻ്റെ വീട്ടിലേക്കുള്ള പോക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ചു. എന്നാലും എൻ്റെ നാത്തൂനുണ്ടായിരുന്നു തന്നെ സപ്പോർട്ട് ചെയ്യാൻ. അവളെ ഇല്ലയെന്നൊരിക്കലും പറയാൻ പാടില്ല. അവൾ കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം നമ്മുടെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ അവൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു. എന്നാലും നമ്മൾ എന്താ പറയുക, ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പിടിച്ചാൽ കിട്ടാത്തൊരു സ്റ്റേജ് ആയിരുന്നു. എന്ന് വെച്ചാൽ പൊക്കിയാൽ പോലും നമുക്ക് പൊന്തില്ല. അങ്ങനത്തെ അത്യാവശ്യം ആൾ വെയിറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ കിടന്നിട്ട് ആ വെയിറ്റൊക്കെ ഇല്ലാണ്ടായിട്ട് ആളാകെ മെലിഞ്ഞ് ഭയങ്കര അവശയം ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും നമുക്ക് എന്താ പറയുക, ഈ ശരീരം തളർന്ന ആളെ നമുക്ക് എത്ര ആൾ പിടിച്ചാലും പൊങ്ങില്ല എന്നുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് അപ്പം മനസ്സിലായിട്ടാണ്. കാരണം അങ്ങനെ നമ്മൾ ആകെ തളർന്നിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു 3-4 പേര് കൂടിയിട്ട് പൊക്കിയാൽ പോലും ആ ഒരാളെ പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. പിന്നെ അങ്ങനെ ലൈഫ് കടന്നുപോയി. അപ്പോൾ നമുക്ക് അധികം ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ലൈഫ് അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു സ്റ്റേജൊക്കെ ആയി. ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും സങ്കടം ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഇക്കാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആളാണെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും, വാടക ചിലവ്, അതൊക്കെ തന്നെ ഇങ്ങനെ ആളിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഒരു ദിവസം പോലും ലീവില്ലാണ്ട് ആളിങ്ങനെ ജോലിക്ക് പോകും. ഒരു ദിവസം വൈകുമ്പോൾ പോലും ലീവ് എടുക്കില്ല. ആ ഒരു ലീവ് എടുത്ത് അന്നത്തെ ആ ഒരു പൈസ പോകില്ലേ എന്ന് കരുതിയിട്ട് ആളെ ഒരു ജോലിക്ക് പോയോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടമായിട്ട്, ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം കാരണം എന്ത് ചെയ്യും വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ആലോചിക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഹോംവർക്ക്, എന്താ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ ജോലി, അങ്ങനെ പല കാര്യങ്ങളും നോക്കി. പക്ഷെ അതൊന്നും ഉമ്മയും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു മോളായതുകൊണ്ട് അവളെ പറ്റിയിട്ടൊന്നും 2 പേരെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ജോലിയായിരുന്നു. അങ്ങനത്തെ ജോലികളൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. കുറേ നോക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നമ്മുടെ എന്താ പറയുക, നമ്മളെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ നമ്മൾ യൂട്യൂബ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. കാരണം നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ കുറേ ആളുകൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാറ്, വീട്, അത്രയൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക, ഒരുപാട് പൈസ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം മാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കാക്ക് അത് വലിയൊരു ഹെൽപ്പാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നതിൽ വന്നത്. പക്ഷേ നമ്മളിതിൽ വരുമ്പോൾ എന്താ ഏതാ ഒന്നും അറിയില്ല. എങ്ങനെയാണ് ഇതിൽ വീഡിയോ ഇടേണ്ടതെന്ന് പോലും അറിയില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടാൽ എൻ്റെ അനിയനാണ്. അനിയൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, അവൻ ചെറുതാണ്, എന്നാലും ഞാൻ പറഞ്ഞു ഇടാം അങ്ങനെ വീഡിയോ ഇടണം, എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിച്ചത്. ഞാൻ ആദ്യം എൻ്റെ ഒരു മോളുടെ ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നതേ അല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. അതിലൊരുപാട് ക്രൈറ്റീരിയൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് നിബന്ധനകളുണ്ട് അതിൽ. നമുക്ക്
നമുക്കിഷ്ടമുള്ള ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക, അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയല്ല. അതിലൊരുപാട് എന്താ പറയുക, ഒരുപാട് നിബന്ധനകളുണ്ട്. യൂട്യൂബിൽ നമുക്ക് മനസ്സിലായി. പിന്നീട് യൂട്യൂബിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയൽ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ട് ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ വീട്ടിലെ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മരുമകൾ, അമ്മായിമ്മ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാലും പക്ഷെ ഞാൻ ഒറ്റക്കുള്ളൂ, ഒരാൾ വെച്ചിട്ട് നമ്മൾ എല്ലാ ക്യാരക്ടറും ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2-3 ഷോർട്സ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എന്താ പറയുക ഒരു ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. അടുത്തൊക്കെ വീടുകളായതുകൊണ്ട് തന്നെ ആ ഒരു വോയിസ് നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ട്, വീഡിയോ എടുക്കുന്നതിലുള്ള ക്ലാരിറ്റി കുറവ്, കിച്ചണിൽ ഇരുന്നിട്ടൊക്കെ ഇരുന്ന് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര എന്താ പറയുക വീഡിയോ ക്ലാരിറ്റി കുറവ്, വോയിസ് കുറവ് അങ്ങനെയൊക്കെ ആയി. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അത് വേണ്ട, നമുക്ക് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, കുക്കിംഗ് ചാനൽ അങ്ങനെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് കുക്കിംഗ് ചാനലാക്കി. പക്ഷെ അത് നമ്മൾ വിചാരിച്ച അത്ര വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ഇത് വല്ലാണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ ഇടലും ഇളക്കലും ഫോൺ പിടിക്കലും ഒക്കെ കൂടി ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച ആ രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ സ്റ്റാൻഡൊന്നും ഉണ്ടായിരുന്നില്ല ഫോൺ വെക്കാൻ. അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് ഫോൺ വെക്കൽ, എടുക്കൽ, വീഡിയോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ 1-2 വീഡിയോ ഇട്ടതിനൊന്നും വല്ലാണ്ട് വ്യൂ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് ചടച്ചിട്ടു. അപ്പോൾ മനസ്സിലായി നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം മനസ്സിലായത് നമ്മുടെ ഫാമിലിയിൽ ആരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയിട്ട് ആരും തന്നെ യൂട്യൂബിലേക്ക് ഇറങ്ങണ്ട. ഒരിക്കലും നമ്മുടെ ഫാമിലി 1-2 ആളുകൾ ചുരുക്കണ്ടാവും കേട്ടോ. പക്ഷേ ഭൂരിഭാഗം ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാവും. അത്രയും അതൊരു വലിയൊരു സത്യത മനസ്സിലാക്കി. ആരും തന്നെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഫാമിലിയുള്ള ആരും തന്നെ അധികം കാണില്ല. വളരെ കയ്യിലുണ്ടാവുന്ന ചുരുക്കം പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവുള്ളൂ. ആദ്യം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ വീഡിയോ അവർ കാണും. കാരണം ഇവരെന്താണ് എന്ത് കോപ്രായാണ് ഇതിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫസ്റ്റ് വീഡിയോ അവർ കാണും. പിന്നീട് അങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ എന്താ പറയുക നമ്മൾ ഇടുന്ന വീഡിയോസ് പോലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അവർ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഞാനും അങ്ങനെ വല്ലാണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് ഞാനും എൻ്റെ ഫാമിലിയുള്ള ഒരുപാട് ആളുകൾക്കൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നും അറിയാത്ത ആളുകളുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളത്. എൻ്റെ ഫാമിലിയിൽ ഇന്നും അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. കാരണം നമുക്കറിയാം അവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ കാരണം തന്നെ കുറേ ആളുകൾക്കൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു ഓൺ വോയിസ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എന്താ പറയുക നമ്മളൊരു ചെറിയ ജീവിതാനുഭവം എന്നൊക്കെ പറയാം. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഓൺ വോയിസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ ആദ്യമായിട്ട് എൻ്റെ റീച്ചായ വീഡിയോ അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 8 ഓളം വ്യൂസ് അതിന് കയറി. ആദ്യത്തെ ഒരു വീഡിയോ വൈറലായി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത നമുക്ക് ഒരു 8K ഒക്കെ ഒരു വ്യൂസ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടാറുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അത് എൻ്റെ ആദ്യത്തെ വൈറലായ ഒരു വീഡിയോ അത് തന്നെയായിരുന്നു. ഏതായിരുന്നു ആ വീഡിയോ, നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഗ്യാപ്പ് കൊടുക്കണം, അവർ പൈസ തിരിച്ച് തരാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ പറയുന്നൊരു വീഡിയോ ആയിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് വൈറലായ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ അതിനിടയിൽ കുറേ കമൻസ് വന്നു കേട്ടോ. കമൻസ് വന്നത് നല്ല കമൻസ് ആയിരുന്നു. അതിൽ എന്താ പറഞ്ഞാൽ നിങ്ങൾ ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യൂ, കാരണം നിങ്ങളുടെ വോയിസ് രസമുണ്ട്, നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കമൻസ് അതിൽ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്താലാണ് ആളുകൾ കാണുന്നത് എന്നുള്ള ഒരു രീതിയിൽ മനസ്സിലായി. അപ്പോൾ പിന്നീട് ഞാൻ ഫുള്ള് ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യൽ തുടങ്ങിയിട്ട് അങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴും കുറേ ആളുകൾ എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് ചെയ്യുന്നത്, താത്തയുടെ ലൈഫ് കാണിക്കൂ, അല്ലെങ്കിൽ നിങ്ങളെന്താണ് അത് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ സാഹചര്യം കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിയിട്ടുള്ളൊരു ഇതായിരുന്നില്ല. എന്താ പറയുക ഒരു സാഹചര്യമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനെന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത്. ഇതിപ്പോൾ നമുക്ക് ഫോൺ ഇവിടെ വെച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കും, ഇത് എടുത്ത് നടന്ന് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള ഒരു മേഖലയ്ക്ക് എത്തിപ്പെട്ടത്. അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് ഇൻകം ഒന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. എന്തെങ്കിലും മാസം ഒരു കുറച്ചെങ്കിലും തുക കിട്ടുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ നമുക്ക് ഒരു ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കാം. ആൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മളെ വക ഒരു ചെറിയൊരു വരുമാനം ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്. അതുകൂടാണ്ട് ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. വേറെ ഇതിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് റവന്യൂ കൊണ്ട് ഞാൻ വേറൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്.
ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഇക്കാനെ സഹായിക്കണം എന്നുള്ളത് ആഗ്രഹം തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ മുൻതൂക്കം നിൽക്കുന്നത് വേറൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അപ്പോൾ അത് ഫസ്റ്റ് നമ്മുടെ യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ട് ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബ് റവന്യൂ അല്ലേ, അതിന് വേണ്ടിയിട്ടാവും കുറച്ചെങ്കിലും ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് റവന്യൂ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുണ്ട്. ഈ ഒരു 1 ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഡെയിലി വീഡിയോയുടെ അങ്ങനത്തെ ഒരു ഇതായിരുന്നില്ല. ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ വരും അങ്ങനെയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളിതിൽ ഒരു ഡെയിലി വീഡിയോ ഇടുന്ന ഒരു സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യണം, എന്നാലാണ് നമുക്ക് യൂട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറുള്ളൂ. ഇപ്പോൾ ഒരു 4-5 മാസം മുന്നേ അടുപ്പിച്ചിട്ട് ഞാൻ രാവിലെ വൈകിട്ട് വീഡിയോ ചെയ്യട്ടാം. രാവിലെ ഒരു വീഡിയോ ഇടും, വൈകിട്ട് ഒരു വീഡിയോ ഇടും. ആ ഒരു ഇതിലാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. ആ ഒരു 4-5 മാസം കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ വീഡിയോ ഇട്ട്. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ സ്ലോ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, ഏതായാലും തുടങ്ങിപ്പോയി, ഇനി ഇതിൽ നിന്നുള്ള ഒരു വരുമാനം അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഡെയിലി 2 വീഡിയോ ഇടും, രാവിലെയും വൈകിട്ടും ഡെയിലി 2 വീഡിയോ ഇട്ടിട്ട് ആ ഒരു 4-5 മാസം കൊണ്ട് എൻ്റെ ചാനൽ ഞാൻ മോണിറ്റൈസ് ആക്കി എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ എനിക്ക് റവന്യൂ കയറിക്കൊണ്ടിരിക്കുന്ന, അൽഹംദുലില്ലാ റവന്യൂ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ $100 ആയാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ റവന്യൂവിൻ്റെ ആ ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. യൂട്യൂബ് അക്കൗണ്ടിൽ $100 ആയാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ യൂട്യൂബ് ഇട്ട് തരുള്ളൂ, നമ്മുടെ യൂട്യൂബ് മുതലാളി ഇട്ട് തരുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ $100 ആയിട്ടില്ല, പക്ഷേ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്ന് ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ആ ഒരു $100 എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ, ആ ഒരു റവന്യൂ കിട്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹം എന്തായാലും നടത്തിയെടുക്കും. അത് പോട്ടെ, അത് നമ്മൾ പറയുന്നില്ല. ആ ഒരു ആഗ്രഹം നമ്മൾ എന്തായാലും നടത്തിയെടുക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഫസ്റ്റ് റവന്യൂ കിട്ടിയാലും നമ്മൾ യൂട്യൂബിൽ ആ ഒരു വീഡിയോ, അതിനെക്കുറിച്ചുള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കുറേ ആളുകൾക്ക് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം കുറേ ആളുകളായി എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ എത്തിപ്പെട്ടത്, എന്താണ് ഇതിൽ നിന്നുള്ള റവന്യൂ കാര്യങ്ങളെന്നൊക്കെ കുറേ ആളുകളായി ചോദിക്കുന്നത്. അവർക്കുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ.